ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണുള്ളത്. ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് യാസീൻ മാലിക്കാണ്. യാസീൻ മാലിക് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. JKLF, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ നേതാവാണ് ഈ യാസീൻ മാലിക്. ഇതിൻ്റെ തലവനാണ് യാസീൻ മാലിക്. യാസീൻ മാലിക് താൻ നൽകിയ എന്തിനീ സത്യവാങ്മൂലം നൽകി എന്നുള്ള ചോദ്യമുണ്ട്, അതിലേക്ക് വരാം. നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് താൻ അന്ന് 2005 പാകിസ്ഥാനിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിലേക്ക് ചില സംഭാവനകൾ നൽകാൻ വേണ്ടിയിട്ടാണ് താൻ പാകിസ്ഥാൻ സന്ദർശിച്ചത്. അന്ന് സന്ദർശിക്കുന്നതിന് മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ നിർദ്ദേശാനുസരണം താൻ കൊടും ഭീകരനായ ഹാഫിസ് സയ്യിദുമായിട്ട് സമാധാന ചർച്ചകൾ നടത്തി എന്നാണ് യാസീൻ മാലിക് പറയുന്നത്. അന്ന് IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന VK ജോഷി ആണ് മൻമോഹൻ സിംഗിൻ്റെ ദൂതനായി തന്നെ വന്ന് കണ്ടത്. VK ജോഷിയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാനിലെ സൈനിക തലവന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഭരണത്തലവന്മാരും ഒക്കെയായിട്ട് കാശ്മീർ വിഷയം സംബന്ധിച്ച് സമാധാന ചർച്ചകൾ താൻ നടത്തി. അവർ അത് നടത്തണമെന്ന് തന്നോട് നിർദ്ദേശിച്ചു. ഒപ്പം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു, ഹാഫിസ് സയ്യിദ് അടക്കമുള്ള കൊടും ഭീകരന്മാരുമായിട്ട് ചർച്ച നടത്തണം എന്ന്. അതനുസരിച്ച് താൻ അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. നോക്കൂ, എത്ര ഞെട്ടിപ്പിക്കുന്ന സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് യാസീൻ മാലിക് പറയുന്നത്. അതായത് പാകിസ്ഥാനിലെ സാധാരണ രാഷ്ട്രീയ നേതാക്കളെയോ ഭരണത്തലവന്മാരെയോ അങ്ങനെയുള്ളവരെ കണ്ട് മാത്രം ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. കൊടും ഭീകരനായ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ ഈ യുണൈറ്റഡ് ജിഹാദി ഗ്രൂപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളെ ഒക്കെ കണ്ട് ചർച്ച നടത്തിയാൽ മാത്രമേ കാശ്മീരിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകൂ എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗും VK ജോഷിയും തന്നോട് പറഞ്ഞത്. ഈ ചർച്ചകൾക്ക് ശേഷം മടങ്ങിയെത്തിയ താൻ നേരിട്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ സന്ദർശിച്ചു. അദ്ദേഹം തന്നോട് നന്ദി പറഞ്ഞു എന്നാണ് യാസീൻ മാലിക് അവകാശപ്പെടുന്നത്. ഈ യാസീൻ മാലിക് ഇപ്പോൾ 2022 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. ഈ അതിർത്തി കടന്ന് അപ്പുറത്ത് ഭീകരപ്രവർത്തനത്തിന് പണം സമാഹരിക്കാൻ ചെന്നു. അതുപോലെ തന്നെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഉള്ള പ്രേരണ, അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ ഒക്കെ നടത്തി. ഇതൊക്കെയാണ് ഇപ്പോൾ യാസീൻ മാലിക്കിനെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. ആ കുറ്റങ്ങളിൽ കൃത്യമായി വിചാരണ നടത്തി കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടാണ് കോടതി 2022 ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. എന്നാൽ ഈ ശിക്ഷ കുറഞ്ഞു പോയെന്നും യാസീൻ മാലിക്കിന് വധശിക്ഷ തന്നെ നൽകണമെന്നും ആവശ്യപ്പെട്ട് നമ്മുടെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. ഈ അപ്പീലിന്മേലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സത്യവാങ്മൂലം യാസീൻ മാലിക് സമർപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ്, എനിക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധങ്ങളും ആരുമായിട്ടുമില്ല, ഇവിടുത്തെ സർക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ JKLFൻ്റെ തലവൻ എന്ന നിലയ്ക്ക് പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ ഞാൻ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള കൊടും ഭീകരന്മാരുമായിട്ട് ചർച്ച നടത്തിയത് എന്നാണ് യാസീൻ മാലിക് ഇപ്പോൾ പറയുന്നത്. അതായത് 1989 മുതൽ നമ്മുടെ VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലം മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ളവരുടെ ആ കാലത്ത് ഇത്രയും പ്രധാനമന്ത്രിമാരുമായിട്ട് താൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി താൻ പലതും ചെയ്തിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ എന്നാണ് യാസീൻ മാലിക് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിനു മുമ്പ്, അതായത് കാശ്മീരിലെ 3 വ്യോമസേന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ഈ യാസീൻ മാലിക് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് തന്നെ NIAയുടെ അപ്പീൽ തള്ളാൻ വേണ്ടിയിട്ടാണ്.
അതായത് താൻ നിരപരാധിയാണെന്നും തനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും താൻ ഇവരുടെയൊക്കെ, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും അന്നത്തെ IB സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന VK ജോഷിയുടെയും ഒക്കെ നിർദ്ദേശാനുസരണം സമാധാന ശ്രമങ്ങൾ നടത്തുകയായിരുന്നു, സമാധാന ചർച്ചകൾക്ക് വേണ്ടി താൻ ഇവരെയൊക്കെ കാണുകയായിരുന്നു എന്നുമാണ് യാസീൻ മാലിക് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ വേട്ടയാടുകയാണെന്നും താൻ നിരപരാധിയാണെന്നും ഈ പഴയ സംഭവങ്ങളെ ഉപയോഗിച്ച് താൻ ഒരു രാജ്യദ്രോഹിയാണെന്ന് ചിത്രീകരിക്കുകയാണെന്നുമാണ് യാസീൻ മാലിക്കിന്റെ വാദം. ഇതൊരു രാഷ്ട്രീയ വഞ്ചനയാണെന്നും യാസീൻ മാലിക് സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ യാസീൻ മാലിക്കിനെ പോലെയുള്ള നിരവധി ദേശവിരുദ്ധ രാജ്യദ്രോഹ സ്വഭാവമുള്ളവരെ ഈ കോൺഗ്രസ് സർക്കാരുകൾ മാറി മാറി ഉപയോഗിച്ചിരുന്നു. ഇവരെയൊക്കെ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ സസുഖം വാഴുന്ന, കാശ്മീർ വിമോചനത്തിന് വേണ്ടി പാകിസ്ഥാനിൽ ഇരുന്ന് ചരട് വലിക്കുന്ന, ഗൂഢാലോചന നടത്തുന്ന കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിനെ പോലുള്ളവരുമായിട്ട് സർക്കാർ ബന്ധപ്പെട്ടിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു, അവരുടെ കാല് പിടിച്ചിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയ, ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കത്തെഴുതിയ വീര സവർക്കറെ കാലുനക്കിയായി ചിത്രീകരിക്കുന്ന ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ രാജ്യത്തെ വിഘടനവാദികളും സുഡാപ്പികളും ഒക്കെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ആഗ്രഹമുണ്ട്. ഈ യാസീൻ മാലിക്കിനെ ഉപയോഗിച്ച് ഹാഫിസ് സയ്യിദിന്റെ കാല് പിടിക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്തിനു പോയി? മൻമോഹൻ സിംഗ് മാത്രമല്ല, അന്ന് UPA-യുടെ ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി അറിയാതെ ഒരേല പോലും അന്ന് അനങ്ങില്ലായിരുന്നു. ഈ സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്താണ്? പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, നമ്മൾ വളരെ സൂക്ഷിക്കണം, അവർ എപ്പോൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കും, അതുകൊണ്ട് പാകിസ്ഥാനോട് ചൊറിയാൻ പോകരുത് എന്നാണ്. നോക്കൂ, ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു വ്യോമ സർജിക്കൽ സ്ട്രൈക്ക്, അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, 3 എണ്ണം മോദി സർക്കാർ പാകിസ്ഥാനിലെ ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ വേണ്ടി നടത്തി. ഈ 3 സർജിക്കൽ സ്ട്രൈക്കുകൾ തന്നെയാണ് ഇത് 3. ഈ 3 സർജിക്കൽ സ്ട്രൈക്കുകൾക്കും ശേഷം എന്തുകൊണ്ടാണ് ഇപ്പോഴും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കാതിരിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസ്സുകാരുടെ കയ്യിലില്ല. അവർ അത് പറയില്ല. പാകിസ്ഥാൻ ആണവായുധം ഉണ്ടെങ്കിൽ എടുത്തുപയോഗിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം എന്നാണ് നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സധൈര്യം പറഞ്ഞത്. ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് പേടിപ്പിക്കണ്ട, ഇത് പഴയ ഇന്ത്യ അല്ല. അതായത് ഹാഫിസ് സയ്യിദിന്റെ, കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ കൊടുംഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ കാല് പിടിക്കാൻ ആളെ വിട്ട, ദൂതനെ വിട്ട മൻമോഹൻ സിംഗിന്റെ ഭരണകാലമല്ല ഇത്. മൻമോഹൻ സിംഗിനെ പിന്നിലിരുന്ന് ചരടുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന സോണിയയുടെ ഭരണകാലമല്ല ഇത് എന്ന് നരേന്ദ്രമോദി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെയും നമ്മുടെ രാജ്യത്തെ ഏജൻസികളെയും ഒക്കെ, നമ്മുടെ സാധാരണ പൗരന്മാരെ ഉൾപ്പെടെ ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ യാസീൻ മാലിക്കിനെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഈ 2005 പോയി ഹാഫിസ് സയ്യിദിന്റെ കാല് പിടിച്ചു. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണം നമുക്കറിയാം. അതിന്റെ ആസൂത്രകൻ ഹാഫിസ് സയ്യിദാണെന്നുള്ളത് തെളിവുകൾ സഹിതം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഒന്ന് ആലോചിക്കണം, ഈ 2005 ഹാഫിസ് സയ്യിദുമായിട്ട് എന്തിനാണ് ഈ സമാധാന ചർച്ച നടത്തിയത് എന്ന ചോദ്യം ഉയരുകയാണ്. അതിന് ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയയും, മൻമോഹൻ സിംഗ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഉണ്ട്, അവരും സോണിയയും ഒക്കെ അതിന് മറുപടി പറയേണ്ടതാണ്. എന്തായാലും ഈ ഇത്തരം തരം താഴ്ന്ന നാണം കെട്ട പ്രവൃത്തി കോൺഗ്രസ് അല്ലാതെ മറ്റൊരു സർക്കാരും, കോൺഗ്രസിൻ്റെതല്ലാത്ത മറ്റൊരു സർക്കാരും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ചർച്ചകളാകാം, നേരിട്ട് നയതന്ത്ര തലത്തിൽ ഭരണകൂടവുമായിട്ട് ചർച്ച നടത്താം. ഈ കൊടും കുറ്റവാളികളുമായിട്ട് നിഴൽ യുദ്ധം നടത്തുന്ന, ഭാരതത്തെ 1000 കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൽ നിന്ന് ചോരപ്പുഴ ഒഴുക്കും എന്ന് വീമ്പളിക്കുന്ന ഈ എന്താ പറയേണ്ട നരാധമന്മാരുമായിട്ട് എന്തിനാണ് ചർച്ച നടത്തിയത്?
ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഈ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ ഇന്ന് കഷ്ടകാലത്തിന് മൻമോഹൻ സിംഗ് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിലിരുന്ന് ഭരണയന്ത്രം തിരിച്ച UPAയുടെ ചെയർപേഴ്സൺ, അന്നത്തെ ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗാന്ധി ജീവിച്ചിരിപ്പുണ്ട്. അവർ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടതാണ്.